എല്ലാം പോയടാ, എല്ലാം പോയി. കിടപ്പോക്കിയേ പ്രവീണേ, എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നല്ലേ, എല്ലാം പോയി. നോക്കിയേ, നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന വില്ലേജ് ഇപ്പോൾ കിടപ്പോക്കി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ? രക്ഷയില്ല. എന്നാലും അടുത്ത മഴ വരൂടാ, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ മച്ചാന്മാരെ, ഇൻട്രോ പറയാൻ പറ്റിയൊരു മൂഡിലല്ല. സത്യം പറഞ്ഞ നല്ല സങ്കടമുണ്ട്. നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്ത് ഒരു വില്ലേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് നിർത്താതെ പെയ്ത മഴയിൽ നമ്മുടെ പ്ലാനിങ്ങളൊക്കെ പാളി. ദേ കിടപ്പ് കണ്ടില്ലേ. കുളത്തിലേക്ക് ഭാഗ്യത്തിന് വെള്ളം എത്തിയിട്ടില്ല. പക്ഷെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു. നമ്മൾ ഇതിൽ കൂടെ നടന്നു പോകില്ലേ, നമ്മുടെ കാലൊക്കെ ശരിക്കും ചെളിയിൽ ഇങ്ങനെ പൂണ്ട് പോകണം. കണ്ട നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ശരിക്കും അവിടെയൊക്കെ ചെളി കലങ്ങി ശരിക്കും നമ്മുടെ കാലൊക്കെ പൊക്കുമ്പോണ്ട കാലമേക്ക് ചെളി ആവുന്ന രീതിയിൽ അത്രയ്ക്ക് ഇവിടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതേ നമ്മുടെ മഡ് ഹൗസൊക്കെ നമ്മൾ അലന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിട്ട് പോയായിരുന്നാണ്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇത് ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടാവും, കാരണം നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് തരണം. പക്ഷെ എന്തായാലും അതിൻ്റെ ഉള്ളിലും വെള്ളം കയറിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ചെയ്തതാ. എന്ത് ചെയ്യാനാ, ഇവിടെ ഒന്ന് അഴിച്ച് നോക്കട്ടെ കേട്ടാ. ഇതിൻ്റെ ഉള്ളിലൊരു ദിവസം ക്യാമ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം നടക്കാതെ പോയല്ലോ തമ്പുരാന്. ഇനി ഇത് ഇതിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ നമുക്ക്. കണ്ടിട്ട് പ്രത്യക്ഷത്തിൽ പൊളിഞ്ഞൊന്നും പോയിട്ടില്ലെന്ന് തോന്നണ്ട. ദൈവം സഹായിച്ച് നമ്മളുടെ കളിമണ്ണ് ഇഗ്ലൂ ഹൗസിന് വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഈർപ്പം ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് 2 സ്ഥലത്തുനിന്ന് ഇതിൻ്റെ കളിമണ്ണ് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമ്മൾ നോക്കുമ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു എവിടെയായിരുന്നു അറിയോ, ഇവിടെ നല്ലൊരു അടിപൊളി മുള വീട് ഉണ്ടാക്കണം. അതായത് ഇച്ചിരി പൊക്കിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഏറുമാടം പോലെയൊക്കെ ഇരുത്തണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഇനി അടുത്ത മഴ വരും. നമുക്കിവിടെ മഴയത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, മൊത്തത്തിലെ പാടും. നല്ല ഐഡിയ മോനെ. പക്ഷെ ഇപ്പോൾ സങ്കടത്തിലിരിക്കുക, സങ്കടമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. പ്രവീൺമച്ചാനെ, എല്ലാ പ്ലാനിങ്ങും പാളിയല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യും, കയ്യിൽ നിന്ന് പോകും. സ്ഥിരം പരിപാടി അത്, ഇന്നും നല്ല തുടങ്ങിയതല്ല, കുറേ കാലമായി. പ്ലാൻ ചെയ്യും പാടും ശീലം ഇതൊക്കെ. നമ്മുടെ മഡ് ഹൗസിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടില്ല കേട്ടാ. പക്ഷേ എന്താ പറയുക, ഒരു വില്ലേജ് ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഇവിടെ. ഫുള്ള് ചെളി വെള്ളം, ആകെ പണി പാളി കിടക്കുന്ന അവസ്ഥ. രക്ഷയില്ല, പ്ലാനിങ് ഒക്കെ പാളി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചാട്ടോ നമ്മുടെ ആ ഒരു കണ്ടത്തിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു വില്ലേജ്. അതിൽ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ശരിക്കും ഒരു പഴയകാല വില്ലേജ് സെറ്റപ്പിലേക്ക് തന്നെ കൊണ്ടുവരണം. പിന്നെ ഒരു ദിവസം അവിടെ ക്യാമ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണതില്ല. പ്രകൃതി നമ്മളുടെ കൂടെ നിൽക്കണം. പക്ഷെ എന്താ പറയുക, നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ കറക്റ്റായിട്ട് മഴ പെയ്തു, വെള്ളം കയറി, കയ്യിൽ നിന്ന് പോയി. എന്താ പറയുക, നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയായി. പക്ഷേ ഇങ്ങനൊന്നും പറഞ്ഞ് നമ്മൾ തളർന്നു പോവില്ല. പ്രവീൺമച്ചാനെ, സംഭവം നമ്മൾ എന്തായാലും ഒരു മുളക് പണിയുണ്ട് നമുക്ക്. അപ്പൊ എന്തായാലും മഴയോ ചെളിയോ കണ്ടത്തില് പുല്ലോ ഒന്നും നോക്കുന്നില്ല, നമ്മൾ സാധനം പൊടിയാനായിട്ട് പോവാണ്. അപ്പൊ പ്രവീൺമച്ചാനെ, എനിക്ക് മുള സെറ്റാക്കി തന്നാ ഇപ്പൊ നമ്മൾ പണി തുടങ്ങും. എന്നാൽ മുള എടുക്കാൻ പോവാ നമുക്ക്. അപ്പൊ മച്ചാമാരെ, നമ്മൾ മുള എടുക്കാൻ പോവാണ്. മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടേടാ, പൈസ മുള ഇട്ട സ്ഥലം. ഡോർ അടച്ചു. അങ്ങനെ മച്ചാന്മാരെ, നോക്ക്, നമ്മുടെ മുളയെടുക്കാനുള്ള പരിപാടി നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഇവിടെ നോക്കണെങ്കിലേ നമ്മൾ മുള വിൽക്കുന്ന ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കണേ പല ടൈപ്പ് മുളയുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മുള ഏതാന്ന് നോക്കി എടുത്താൽ മാത്രം മതി. അപ്പോ പ്രവീൺമച്ചാനെ, പച്ചമുള വേണോ മഞ്ഞമുള വേണോ? മഞ്ഞ മതി. മഞ്ഞ ചേട്ടാ, മഞ്ഞക്കാണോ ബലം പച്ചക്കാണോ ബലം? മഞ്ഞയാണ് നല്ലത്. മഞ്ഞാണ് നല്ലതെന്ന്. സംഭവം നമ്മുടെ മുള നമ്മുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇനി. അപ്പൊ ഇനി നമ്മുടെ മുള കയറ്റൽ പരിപാടിയാണ്. മോനെ എടുത്തോടാ. അപ്പൊ പ്രവീൺമച്ചാനെ, നമ്മള് മഞ്ഞമുളയാണ് എടുക്കുന്നേ, മഞ്ഞമുള. അപ്പൊ ഇതാവുമ്പോ നമുക്ക് പണി ഇച്ചിരി എളുപ്പമായിരിക്കും. അയ്യോ, ഈ മുള മൊത്തം കയറ്റി കഴിയാൻ വിളിക്കും വയ്യാണ്ടാവേ. പ്രവീണേ, മുള കയറ്റം തോന്നുന്നുണ്ടോ?
എന്നാ വാ വന്ന് കേറ്റ്. മച്ചാനെ നമ്മുടെ മുള വീട് പണിയാനുള്ള മുളയൊക്കെ ഒരു വിധം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞമുളയുണ്ട്, മഞ്ഞമുള. നമുക്കിപ്പോൾ 30 കൊടുക്കാം കേട്ടോ. ആവശ്യം വന്നത് ബാക്കി ഒന്ന് എടുക്കാം. 30 ഇപ്പൊ 30 കൊണ്ടുപോയേട്ടാ. എന്നിട്ട് അത് വേണമെങ്കിൽ എടുക്കാം. അല്ല, ഇതുകൊണ്ട് ആദ്യം പണിതെത്തട്ടെ, എന്നിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ മുള വീട് ഉണ്ടാക്കാനായിട്ട് മുള എടുത്തതിന് 4200 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടി തന്നിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ സംഭവം നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി പണി തുടങ്ങണം ചേട്ടാ. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വരും. ഇനി മുള വേണമെങ്കിൽ നന്നാക്കി വെച്ചോളൂ. പ്രവീണേ, മുള റോട്ടി കിടക്കാൻ പാടില്ലല്ല, കെട്ടി സെറ്റാക്കിക്കോ. ഞാൻ കെട്ടണം നോക്കണ്ട. ഇത് കഴിഞ്ഞ് പ്രവീൺ മച്ചൻ കിട്ടും. പ്രവീൺ മച്ചൻ്റെ കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഷൂ ഒക്കെ കെട്ടണ പോലെ വള്ളി വലിച്ചഴിഞ്ഞു. അങ്ങനെ നമുക്ക് വേണ്ട മുളയൊക്കെ എടുത്തു ചേട്ടാ. പിന്നെ അടുത്ത പരിപാടി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇവൻ നമ്മുടെ പറമ്പിലേക്ക് വരും. അവിടെയാണ് നമ്മളിതിനെ സെറ്റ് ആക്കാൻ പോകുന്നത്. അങ്ങനത്തെ മുള കയറ്റിയ വണ്ടി വരുന്നുണ്ട്. ഈ കാണുന്ന വണ്ടി നിറയെ മുളയാണ്, നമുക്ക് തകർക്കാനായിട്ടുള്ള മുള. അപ്പൊ ഈ മുളകൾ വെച്ചാണ് ഇനി നമ്മളുടെ ബാംബൂ ടെന്റ്, എന്തിനാണ് അതിന് പേരിട്ടേക്കണേ നമ്മള്? ബാംബൂ ടെന്റ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മുള ഇറക്കാം. കുറെ പണിയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം മുള ഇറക്കാം. അങ്ങനെ നമ്മുടെ അജുമച്ചാൻ്റെ ബുദ്ധിട്ടാ മുള അഴിക്കാനായിട്ട് അവിടെ നിന്ന് കയറി ഇവിടെ വന്നേക്കുന്നത്. താത്തട്ടേടെ പിടിച്ച് നോക്കട്ടെ. ഇല്ലടാ, ഞാൻ തൂങ്ങിയിട്ട് പോണില്ല. അപ്പൊ അവന് ബുദ്ധിയുണ്ട്. അപ്പൊ ഏകദേശം ഒരു 30 മഞ്ഞമുളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മഞ്ഞമുളയാണെങ്കിലും ഇതിന് അത്യാവശ്യം ബലമുള്ള മഞ്ഞമുള കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം മുള താഴെ ഇറക്കിയിടണം, മുറിക്കണം, സെറ്റ് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം, അതിൽ കയറി കെടുക്കണം. ഇതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനത്തെ നമ്മുടെ മുള ഇനി താഴെ ഇറക്കാനുള്ള പരിപാടീസാണ്. അങ്ങനെ മച്ചാന്മാരെ നമുക്ക് പണിയാനുള്ള മുളയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാട്ടാ. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ മുള മുറിക്കൽ പരിപാടി. അപ്പൊ നമ്മുടെ വലിയ കട്ടറൻ ടൈത്തോടെ നമ്മൾ മുറിക്കാൻ എടുത്തിരിക്കുന്നേ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കാലിടാനുള്ളതാണ് കേട്ടോ. നമ്മുടെ ബാംബു ഹൗസിന്റെ ചെളിയിലേക്ക് താത്താനുള്ള കാല് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അളവിൽ മുറിച്ചെടുക്കുന്നത്. നമുക്കൊരു 7 പീസ് ഇതിന് വേണേ. ഇനി നമ്മളിത് ഈ കട്ട് ചെയ്ത പീസുകൾ നമുക്കൊരു നോച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമുക്ക് ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ മുള വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ചിറ്റി വെച്ചിട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ സാധനം പൊക്കോളൂ കേട്ടോ. കണ്ട, ഇതുപോലെ ആക്കിയെടുക്കണം നമുക്കെല്ലാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 7 എണ്ണം ഉണ്ട് ആദ്യത്തെ ബേസ് താഴെ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 7 എണ്ണത്തിൻ്റെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണേ. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. അങ്ങനെ കട്ട് ചെയ്ത മുളപ്പീസുകളായിട്ട് നമ്മൾ പോവാണ്. മോനെ ബാടാ, പണി തുടങ്ങാം കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം കയറി കിടക്കണ പാടത്താണ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്നത്തെ പോലെ എളുപ്പത്തിൽ പരിപാടി തീരില്ല, കാരണം വെള്ളം കയറിയേക്കണ കാരണം നമുക്ക് കുറച്ചധികം പണികളുണ്ടാവും. അപ്പോൾ സംഭവം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പൂണ്ട് പോകണ്ടല്ലേ ചെളിയിൽ. അപ്പോൾ നമ്മുടെ കുളം കഴിഞ്ഞു. കുളത്തിനോട് ചേർന്ന് പറഞ്ഞാലോ പ്രവീൺ മച്ചാനെ, ഇവിടെ പണിയാം, ഇവിടെ സെറ്റാക്കാം. അപ്പോൾ പ്രവീൺ മച്ചാനെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് അളവെടുത്ത് നമ്മളുടെ പരിപാടികൾ നമ്മൾ തുടങ്ങുന്നത് കേട്ടാ. അപ്പോൾ ഏകദേശം ഒരു 7 അടി അളവിലായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ഹൈറ്റ് കൂട്ടി കണ്ടേക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മണ്ണിലേക്ക് കുറച്ച് ഇറക്കാനുണ്ട്. അപ്പോൾ അതും കൂട്ടി കണ്ടിട്ടാണ് നമ്മളിത് ഹൈറ്റ് ഇത്ര കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അളവൊക്കെ എടുത്ത് നമുക്കിനി ഇത് സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുഴിക്കാനുള്ള അളവിന് ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണേ. 7 മാക്സിൽ പുലികളുണ്ട് ഇവരൊക്കെ, അതുകൊണ്ട് ഇവർ തന്നെ അളന്നോളും. അപ്പോൾ മച്ചാന്മാരെ, ഇനി നമ്മളുടെ ഈ കുറ്റി കുഴിച്ചിടാനുള്ള കുഴി കുഴിക്കൽ പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പിരിയൻ സ്ക്രൂ വെച്ചാണ് കുഴി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുഴി നമ്മൾ ഇവിടെ സെറ്റാക്കാൻ പോവാണ്. ഇതിപ്പോൾ മുമ്പ് നമ്മളൊരു മോട്ടറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായാണ്, അതൊന്നും ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് നമ്മൾ കമ്പി വെച്ച് കറക്കിയാണ് കുഴി ഉണ്ടാക്കുന്നത്. കണ്ട, നല്ല അടിപൊളിയായിട്ട് മണ്ണ് കുഴിഞ്ഞ് സെറ്റാവുന്നുണ്ടേ. പൊക്കിക്കോ, കമ്പി ഉളച്ച് ഇവിടെ തട്ടാൻ നമുക്ക് പിന്നീട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുഴി സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ കുഴിയും നമ്മൾ സെറ്റ് ആക്കില്ല, എല്ലാ കുഴിയും കഴിഞ്ഞിട്ട് നമുക്ക് കുറ്റിയിടാം. ഓക്കെ, ഇനി കുഴി കുഴിക്കാനായി അജിനെയും ഇടുവിനെയും വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു, അല്ലെങ്കിൽ ഞാൻ മരിക്കുവേ.
അങ്ങനെ കുഴിച്ചതേ കുഴിച്ചോടത്തൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടാ. നീ അമർത്തടാ, താഴത്തേക്ക് അമർത്ത്. മോനെ ഇതേ കണ്ട, ഉത്തരവാദിത്തത്തോടെ കുഴികൾ കുത്തി കൊടുക്കുന്നു. സമീപിക്കുക എഡ്വിൻ ജോയ് തോരപ്പൻ കുരിശിങ്കാവ്. എഡ്വിൻ ജോയ് കുരിശിങ്കാവ്. ഓ, ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സെറ്റപ്പ് ആയിരിക്കുള്ളൂ. നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുളത്തിലേക്ക് ചാടാൻ പറ്റൂ കേട്ടാ. തലേക്ക് ചിലപ്പോൾ കുളത്തിന്റെ അടിയിലിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ സംഭവം കുഴികളെടുത്ത് കഴിയട്ടെ, എന്നിട്ട് ബാക്കി നമ്മുടെ പണികൾ സെറ്റാക്കും. അങ്ങനെ ഇവിടെ കുഴി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ ബാക്കി നമ്മൾ കുഴിച്ച കുഴികളിൽ നമ്മുടെ എന്തേനാ കുറ്റി ഇറക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണേ. മണ്ണറച്ചോ വേണ്ട, കുഴി എടുത്താൽ മതി. ആണോ? എന്നാ ബാക്കി മണ്ണുകൾ പറ്റേ. നമ്മള് ഇതേ വെള്ളമൊക്കെ കണ്ടാരണം. ഇതിലേക്ക് ഇനി നമ്മുടെ ബാക്കി മണ്ണിലിട്ട് നമ്മൾ ഇടിച്ചുറപ്പിക്കണം കേട്ടോ. അപ്പൊ അടുത്ത കുഴി നമ്മൾ ഇടാൻ പോവാണ്. നല്ല ചെളി മണ്ണ്. ഇതിൽ വെള്ളം കുറവായിരുന്നു കേട്ടോ, മറ്റേ നിറച്ച് വെള്ളമായിരുന്നു. അങ്ങനത്തെ നമ്മുടെ കുറ്റികൾ ഓരോന്നായിട്ട് നമ്മളിട്ട് അവസാനം കുറ്റികളുടെ എണ്ണത്തിലേക്ക് നമുക്ക് വേണ്ടത് എത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ കുറ്റികളൊക്കെ അടിച്ചോട്ടെ. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ 6 കുറ്റിയുമാണ് നമ്മളുടെ മുള വീട് ഇരുത്താനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള പീസുകൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പൊ മച്ചന്മാർ ഇനി കുറച്ചധികം മുളകൾ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പൊ അതിന്റെ പരിപാടിയാണ്. അങ്ങനത്തെ മച്ചാമാരെ ഒരു ലോഡ് മുള നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നേരെ നമുക്ക് പലക പോലെ അടിച്ചു കൊടുക്കണം കേട്ടാ. അപ്പൊ ഇനി നമ്മുടെ മുകളിലേക്കുള്ള മുളകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇരിക്കാനുള്ള പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ കണ്ട നമ്മുടെ ഈ കാണുന്ന നോച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തേക്ക് 3 എണ്ണത്തിലേക്കും കയറ്റിയിട്ട് നമ്മുടെ മുള വെച്ച് നമ്മൾ ആദ്യം ഒന്ന് സെൽഫ് അടിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പൊ നമ്മൾ ആദ്യം സ്ക്രൂ അടിച്ചു കൊടുക്കുകയാണേ. അപ്പൊ ആദ്യം നമ്മളിതേ ഒരു സ്ക്രൂവിൽ ഇരുത്തിയിട്ട് പിന്നീട് നമ്മൾ ഇത് കെട്ടി കൊടുക്കോട്ടാ. എന്റെ മുകളിലൊന്ന് കയറി നോക്കിയാനെ. ആ ബലൂണ്ടല്ലോ. അപ്പൊ ഇനി മച്ചാമാരെ ഇതേ നമ്മുടെ ഇരിക്കാനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഇതേ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇതേ മുള എടുക്കാനായിട്ട് വിട്ട അജു വിലക്കുറവിന് മുള എടുത്തോണ്ട് വരുന്നുണ്ട്. ഓ, ഒറ്റടിക്ക് എത്ര മുള? 10 മുള. ഇവിടെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ 20 എടുത്തോളൂ. 8 ഉണ്ട്. അങ്ങനെ എഡ്വിൻ മോൻ അജുവിനെ തോൽപ്പിച്ചുകൊണ്ട് 11 മുള 1 2 3 4 5 6 7 8 9 10 11. അങ്ങനെ എഡ്വിൻ മോൻ അജുവിനെ തോൽപ്പിച്ചുകൊണ്ട് 11 മുള കൊണ്ടുവന്നിരിക്കുന്നു. 50,000 ചലഞ്ച് ചെയ്തേ. അപ്പൊ പിന്നെ മച്ചാമാരെ നമ്മുടെ മുളയൊക്കെ നമ്മള് എടുത്ത് ഓരോന്നായിട്ട് നിരത്തി വെക്കാൻ പോവാണ്. അവസാനമാണ് നമ്മുടെ സ്ക്രൂവിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ വെച്ച മുള മൊത്തം നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ബേസിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ബാക്കിയിരിക്കുന്ന മുള എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് മേൽക്കൂര അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ കുറച്ച് പീസൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നോച്ചൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതിലേക്ക് നമ്മളിനി സെറ്റ് ചെയ്യാൻ പോവാണേ. അപ്പൊ ഇനി മച്ചാമാരെ ഇത് നമ്മള് എല്ല് പോലെ വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ പൊക്കി പിടിച്ചാണ് അടിക്കുന്നത് കേട്ടാ. അപ്പൊ ഇനി ഓരോ പീസ് പോലെ ഇച്ചിരി തന്നോട്ടെ, അടിക്കാൻ പറ്റില്ല. ഇച്ചിരി തന്നോട്ടെ. അല്ല നോട്ടെ. അപ്പതേ ഓരോ പീസുകളായിട്ട് വെച്ച് സ്ക്രൂ ചെയ്യാണ്. അജു കൈയാക്കണ്ടോടാ. സംഭവം എന്നത്തെ പോലെ ഇന്നും പൂര വെയിലിട്ടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിലൊന്ന് സമാധാനമായിട്ട് ഇരിക്കാതെ വിചാരിക്കുമ്പോൾ നോക്കിക്കോട്ടെ, നല്ല മഴ വരുവേ. നമ്മളും പ്രകൃതിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് അത്. പണിയെടുക്കുന്ന നേരത്ത് നല്ല വെയിലും അല്ലാത്തപ്പോ നല്ല മഴ. നമ്മുടെ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് പൊക്കി കയറ്റാൻ എളുപ്പത്തിനും അടിയിൽ മാത്രം നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് കയറ്റി വന്നാലേ നമുക്ക് ഇതിന് ഓല മെനഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. പണ്ട് കാലത്തെ നമ്മളുടെ ചായപ്പീടികളും അതുപോലെ തന്നെ എന്താ പറയുക പാടത്തിനോട് ചേർന്ന് വെയിറ്റിംഗ് ഷെഡുകളൊക്കെ കെട്ടിയായിരുന്നത്. അതായത് എന്താ പറയുക, പാടത്ത് പണിയെടുക്കുന്നവർക്ക് ഒന്ന് വെയിലത്തൊക്കെ വന്ന് ഇരിക്കാനും കുറച്ച് നേരം ഒന്ന് ആ ഒരു ചൂടിന്ന് മാറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മുള വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെറിയ മാടങ്ങൾ കെട്ടുമായിരുന്നേ. അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ആ മാടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ എന്താ പറയുക, പുതിയ ഇങ്ങനെ ചെറിയ റെസ്റ്റോറൻറ്റുകളും പാടത്തിനോട് ചേർന്ന് വരുന്ന കള്ള് ഷാപ്പുകളിലൊക്കെ ഈ ഒരു ഡിസൈൻ
ഡിസൈനിലുള്ള നമ്മളുടെ ചെറിയ മാടങ്ങളൊക്കെ ഇപ്പോൾ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലൊക്കെ വന്നിരിക്കാനായിട്ടൊരു പ്രത്യേക ഫീലായിരിക്കുമേ. അപ്പം ഇനി മച്ചാമാരെ ഇത് നമ്മളുടെ ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് നമ്മൾ അടിച്ച് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാടത്തിൻ്റെ മുകളിലേക്ക് ഇത് നമ്മൾ കയറ്റാനായിട്ട് പോവാണ്. അപ്പോൾ ഏകദേശം നമുക്കിത് പൊക്കി കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. മോനെ ഒന്ന് പിടിച്ചു നോക്കിയടാ. യെസ്, സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ ചെറിയൊരു കൊന്തണം. നടക്കും. ഇങ്ങനത്തെ ഷേപ്പ് ആക്കിയാലോ? ഇതിങ്ങനെ അങ്ങനെ പ്രവീൺ മച്ചാനെ നോക്കടാ, നമ്മളുടെ ട്രയാങ്കിൾ നമ്മൾ മുകളിൽ കയറ്റി. പക്ഷെ ഇത്ര ഹൈറ്റ് ഉണ്ട്, കുറച്ച് ഹൈറ്റ് കുറയ്ക്കണ്ടേ? അപ്പൊ നമ്മൾ ഇത് താഴത്തേക്ക് ഇത്തിരി ചാടിച്ചിട്ടിട്ടാണ് കേട്ടോ ഇനി സ്ക്രൂ ചെയ്യാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓല വേയുന്ന പരിപാടി, അതിൻ്റെ ഇടയിൽ ചെറിയ സൂത്രപ്പണികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് സ്ക്രൂ ചെയ്ത് വെക്കാം നമുക്ക്. ഒരു മുള കഴിഞ്ഞ് അപ്പുറത്തെ മുളയിലേക്ക് എത്താൻ പാകത്തിനുള്ള നീളത്തിലുള്ള സ്ക്രൂ ആണ് അടിക്കുന്നത്. മൊത്തം സ്ക്രൂ മുള്ള പരിപാടിയാ ഇതൊക്കെ. മൊത്തം സ്ക്രൂബ തന്നെ ഇരിക്കുന്നേട്ടാ. അപ്പോൾ ഈ ഒരു സ്ക്രൂ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബേസ് അത്യാവശ്യം സ്റ്റേബിളായിട്ടിരുന്നോളൂ. അങ്ങനെ നമ്മുടെ സ്ട്രക്ചർ പരിപാടി ഒരുവിധം ഒതുങ്ങിയിട്ടാണ്. ഇനി ചെറിയൊരു സൂത്രം ഉള്ളത്, നമുക്ക് ഇവിടെ ഓല മേയുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ പീസുകൾ നമുക്ക് മുളയുടെ കൂടെ വെച്ച് കൊടുക്കണം. ബാക്കി ബേസിൻ്റെയും അതുപോലെ നമ്മുടെ ബേസ് സ്ട്രക്ചറിൻ്റെയും പണിയൊക്കെ കഴിഞ്ഞത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുള കീറി കുഞ്ഞു പീസുകളാക്കിയിട്ട് വേണം ബാക്കി പരിപാടി. ഇനി നമുക്ക് മുള ഒന്ന് പൊളിച്ചെടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ മാടം കെട്ടാനായിട്ട് എടുത്ത പീസുകൾ ഓരോന്നായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യണം. അപ്പുറത്ത് ഒരു 3 സ്ക്രൂ ചെയ്തു. ഇനി ഇപ്പുറത്തും ചെയ്തിട്ട് ബാക്കി മുകളിൽ കയറിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ വെച്ച് മുകളിലെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓല മേയാനുള്ള പരിപാടി നോക്കൂട്ടാ. ഓല മേയണമെങ്കിൽ നമുക്ക് ഓല റെഡിയാക്കി എടുക്കണം. അതിനുള്ള പരിപാടിയൊക്കെ ഇത് കഴിയട്ടെ, ഒന്ന് സെറ്റാക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ മുളമാടത്തിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ ഇത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് പണിയെടുക്കാൻ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറുവേ. പ്രവീണേ, പണിയെടുക്കാൻ തോന്നുന്നുണ്ടോ? എന്നാ 10 പണിയെടുക്ക്. അപ്പോൾ നമ്മുടെ മുള പൊളിച്ച് പീസാക്കിയതില്ലേ, നമ്മൾ സ്ക്രൂ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ കെട്ടുമ്പി അല്ലെങ്കിൽ കയറൊക്കെ വെച്ച് കെട്ടാം. നമ്മൾ പണ്ടേ എളുപ്പപ്പണിയുടെ ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പോകുന്നത്. അപ്പം മച്ചാമാരെ നോക്കിയേ, നമ്മളുടെ ട്രയാങ്കിൾ ഹൗസ്, നമ്മുടെ മുള വീടിൻ്റെ ഫ്രെയിംവർക്ക് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറക്കാനായിട്ടുള്ള ഓല നമുക്ക് റെഡിയാക്കണം. അപ്പോൾ തെങ്ങിൻ്റെ ഓല എടുത്ത് അത് മെടഞ്ഞ് അത് ഉണക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ തെങ്ങിൽ കയറി പട്ട വെട്ടണം. അപ്പോൾ നോക്കിയാലോ പരിപാടി. പ്രവീണേ, എന്താ പരിപാടി എന്നറിയോ? എന്നിട്ടാ പട്ട വെട്ടാൻ പോണ്. പേടിക്കല്ല കോഴി. അപ്പം ഇനി നമുക്ക് ഓല മെടണ പരിപാടി നോക്കാട്ടാ. സംഭവം പണ്ടുള്ളവർക്കൊക്കെ നല്ലോണം അറിയായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എങ്ങനെയൊന്ന് കാട്ടിത്തരാം. ഇനി നമ്മുടെ ഓല മെടയണ കണ്ടു കേട്ടാ. ഞാനൊക്കെ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ഇത് കുറേ കണ്ടിട്ടുള്ളതാണ്. അന്ന് പഠിക്കണം എന്ന് വിചാരിച്ചു, പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഇത് പഠിച്ചെടുക്കൂട്ടാ. അപ്പോൾ ഇതാണ് ഓല മെടയണ പരിപാടി കേട്ടാ. നോക്കി എന്ത് രസമായിട്ട് ഇങ്ങനെ ഓരോന്നും മടക്കി വെച്ച് സെറ്റാക്കി എടുക്കണേന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഓല വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പച്ച ഓല മെടഞ്ഞത് എങ്ങനെ ഉണക്കോലയായി മാറിയെന്ന്. അപ്പോൾ നമുക്കിതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഓല വെട്ടി മെടഞ്ഞ് ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓലയാണ് നമ്മൾ മേയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാടി ചേട്ടാ, എൻ്റെ വായിൽ ഒരു ചെളിയറിച്ചിട്ട് ഇവിടുന്ന്. ഇനി നമ്മൾ ഓല മേയാനുള്ള പരിപാടി നോക്കുകയാണേ. അപ്പം ഇത് നമ്മുടെ ഓല മെടഞ്ഞത് ഓരോ ഷീറ്റുകളായിട്ട് വെച്ചിട്ട് നമ്മളിവിടെ കെട്ടി സെറ്റ് ചെയ്യാൻ പോവുകയാണേ.
ഓല നമ്മൾ കെട്ടിക്കഴിഞ്ഞുട്ടോ. ഇനിയിപ്പോ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കെട്ടാനായിട്ട് പോവാണ്. അപ്പൊ അതേ സംഭവം നമ്മുടെ ഓല ഒരു സൈഡ് കെട്ടിയതുപോലെ തന്നെ ഈ സൈഡ് ഇനി നമുക്ക് അടിപൊളിയായിട്ട് കെട്ടിയെടുക്കണം. അങ്ങനെ ദേ നമ്മുടെ കെട്ടലൊക്കെ സിമ്പിളാട്ടാ. പണ്ടൊക്കെ കയറി വെച്ചൊക്കെയാണ് കെട്ടിയായിരുന്നു. ഇപ്പൊ നമ്മള് എളുപ്പപ്പണിക്ക് കെട്ടുമ്പ് വെച്ചാണ് കെട്ടി കൊടുക്കുന്നേ. കെട്ടിക്കോ. ശരിക്കും വീടാണ്ട് കേട്ടാ. ആണോ? ശരിക്കും വീടോ? ശരിക്കും മോള ഹൗസ് ആയിട്ടുണ്ട്. ഓലയുള്ളത് മൊത്തം പിന്നെ മോള ഹൗസ് അവിടെ മേലക്കല്ലേ ഓലയുള്ളൂ. ഫ്രണ്ട് മച്ചാനെ വാടാ. അങ്ങനത്തെ നമ്മളുടെ കുറെ നേരത്തെ കാലത്തൊടിയുള്ള പണിയാണ്. പണി തീർന്നു കഴിഞ്ഞപ്പോൾ ദേ നോക്കും മക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞ മുള വീടിട്ടാ. മുളയുടെ മുകളിൽ ഇച്ചിരി ഓലയൊക്കെ ഇട്ടിട്ടുണ്ട് നനയാതിരിക്കാനായിട്ട്. എന്നാലും ഇതാണ് നമ്മൾ പറഞ്ഞ മുള വീട്. ദേ രണ്ടുപേരും ഇപ്പോൾ കയറിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ദേ നമ്മുടെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജിലേക്കുള്ള രണ്ടാമത്തെ വീടാണ് ഈ കാണുന്ന മുള വീട്. ഇത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കൊരു ക്യാമ്പിങ് വെക്കാം. അപ്പോൾ മച്ചാനെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്യാമ്പിങ് വെക്കണ്ടേ? ഒരു ടീമിന് നമുക്ക് മൺവീടും കൊടുക്കാം, ഒരു ടീമിന് നമുക്ക് മുള വീടും കൊടുക്കാം. റെഡും ബ്ലൂവും ഒരു ക്യാമ്പിങ് നമുക്ക് സെറ്റ് ആക്കാം. അങ്ങനെയൊന്നുമില്ല, അത് ടോസ് ഇട്ട് കിട്ടുന്നതനുസരിച്ച്. ഇല്ല ടോസ് കിട്ടുന്നതനുസരിച്ച്. ഒന്ന് നീങ്ങിരിക്കോ, ഞാനും കയറട്ടെ. ഞാനും കൂടി കയറുന്നതോടുകൂടി ഈ മുള വീട് ഓടിയൊന്നതായിരിക്കും. അപ്പൊ അതെ അത്യാവശ്യം നല്ല ബലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കാം. നല്ല രസമാണ് കേട്ടോ. നമ്മുടെ വെയിലൊക്കെ ഉള്ള സമയത്തും പിന്നെ എന്താ പറയുക സൂര്യനെ അസ്തമിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മൂടാണ്. പ്രവൺ മച്ചാനെ നിനക്ക് കയറണം ഇപ്പോൾ? ഞാൻ കുറച്ചു കയറിക്കോളാം. ഇത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ സമാധാനത്തിൽ കയറിയാൽ മതി. എങ്ങനെയുണ്ട് സംഭവം പ്രവൺ മച്ചാൻ? ഇഷ്ടമായി? സംഭവം കൊള്ളാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞ് ഒരു ക്യാമ്പിംഗ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു മുള വീട് എങ്ങനെയുണ്ട് സംഭവം എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുകയാണേ. മച്ചാനെ ഇവിടെ നല്ല വ്യൂ അടിപൊളിയാടാ. നേരെ വേണമെങ്കിൽ ഇവിടെ കുളത്തിലേക്ക് ചാടാ. നമുക്ക് പോടാ, പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് എന്തായാലും നമുക്ക് ഇതിന് നമ്മൾ ഒരു ബൗണ്ടറി കൂടി കിട്ടൂട്ടാ. അത് എന്തായാലും നമ്മൾ വീഡിയോ ഓഫ് ചെയ്തിട്ടായിരിക്കും. ഒഴുകാൻ പാലം വെച്ചിട്ട് വെള്ളത്തിലേക്ക് പോകാനാണോ? മുള വെച്ച് ഞാൻ കെട്ടിത്തരാം. ഇത് കഴിയട്ടെ. സൂപ്പർ ആയിരിക്കുമല്ലോ ഇവിടെ നിന്ന് നേരെ ഒരു ഇഴുകാൻ പാലം വെച്ചിട്ട് ചാട് ജമ്പിയാണതല്ലേ സെറ്റപ്പ് ആക്കുക. അപ്പോൾ നേരെ ഇതിൽ നിന്ന് ചാടാനുള്ള ഒരു സെറ്റപ്പ് കൂടി നമ്മൾ ഇത് കഴിഞ്ഞ് റെഡിയാക്കും. ഇല്ല സമ്മർ അടിച്ചാൽ മതി, ഞാൻ ചെയ്ത പോലെ. അപ്പോൾ ഇത് നമ്മൾ ഒരു ബൗണ്ടറി ഒക്കെ കെട്ടി നമ്മളൊരു ക്യാമ്പിംഗ് വീഡിയോ കൂടി പറഞ്ഞ പോലെ സെറ്റ് ആക്കുന്നുണ്ട്. റെഡ് വേഴ്സസ് ബ്ലൂ അതിന്റെ വീഡിയോ ആയിരിക്കും ഇനി അത് അടുത്തത് വരാൻ പോകുന്നത്. ഇല്ല അതൊക്കെ നമ്മൾ ഷഫിൾ ചെയ്യൂട്ടാ. പഴയ പോലെ ഒന്നല്ല, അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നീലം വെള്ളമൊക്കെ ആയിട്ട് മഞ്ഞയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരായി. പ്രവീൺ മച്ചാനെ എനിക്ക് ക്യാമറ വെച്ചാൽ ഞാൻ ഔട്ടർ പറഞ്ഞ വീഡിയോ തീർക്കട്ടെ. അപ്പോൾ മച്ചാന്മാരെ ഇന്നൊരു ദിവസം കൊണ്ട് നമ്മളുടെ ഈ ഒരു മുള വീട് നമ്മൾ കെട്ടി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണെന്ന് അറിയാം. എന്നാലും നമ്മുടെ ഒരു വില്ലേജ് മേക്കിങ്ങിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് ഈ കാണുന്ന മുള വീടും. കാരണം ഇത് കഴിഞ്ഞിട്ടൊരു ക്യാമ്പിങ് നമ്മുടെ വില്ലേജിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരായിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്തിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീൺ അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.